ഒരു കാലഘട്ടത്തിൽ തനിക്കുണ്ടായിരുന്ന ആൺമക്കളെ നോക്കി ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടവരായിരുന്നു കേരളത്തിലും അല്ലാത്ത പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഭൂരിപക്ഷ രക്ഷിതാക്കളും. സ്ത്രീധനത്തിന്റെ മാറാപ്പുകൾ പേറി പാവപ്പെട്ട പെൺകുട്ടികൾ അടുക്കളയുടെയും ചുമരുകൾക്കുള്ളിൽ തലച്ചിടപ്പെടുമ്പോ ഉള്ള 4 ആണിനെ നോക്കി പലരും ആഹ്ലാദിച്ചിരുന്നു. എനിക്ക് 4 ആണ, ഒന്നും പേടിക്കാനില്ല, കെട്ടിക്കാനില്ല, കെട്ടിച്ചു കൊണ്ടുവരാനേയുള്ളൂ. അങ്ങനെ 4 ആൺമക്കളുള്ളതിന്റെ പേരിൽ എനിക്കൊന്നുപോലും വേണ്ടായിരുന്നു റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന ഗതികേടിലേക്ക് ഈ സമുദായത്തിലെ പല രക്ഷിതാക്കളും എത്തിയിട്ടുണ്ട്. അറിയണോ അതിന്റെ സങ്കടങ്ങൾ? തലനരച്ച ബലഹീനമായ തൊലികൾ ചുളിഞ്ഞ പാവപ്പെട്ട രക്ഷിതാക്കളോട് നേരം കിട്ടുമ്പോ ഒഴിഞ്ഞിരിക്കുമ്പോ ഒന്ന് സംസാരിച്ചു നോക്കണം. പലരും നെഞ്ചുയിഞ്ഞിട്ട് പറയും, സങ്കടത്തോടെ പറയും, വേറെ ആരോടും പറയണ്ട മോനെ, അല്ലെങ്കിൽ മറ്റൊരാൾ അറിഞ്ഞാൽ എനിക്ക് തന്നെ നാണക്കേടാ. മകന്റെ ഭാര്യമാര് നോക്കാറില്ല, നേരത്തിന് വെള്ളം കിട്ടാറില്ല, ഇട്ടതും ഉപയോഗിച്ചതും അലക്കി കിട്ടാറില്ല, ഒരിറക്ക് വള്ളത്തിന് പോലും മരുമക്കളെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട ഗതികേട്. പല വാപ്പാരും സങ്കടത്തോടെ പറയാറുണ്ട്, അവൻ വിദേശത്തെന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഒരു പോരിശയായിരിക്കും. എന്റെ മകനെ വിദേശത്തേക്ക് പറഞ്ഞയച്ചിട്ടും 5 പൈസന്റെ ഉപയോഗം വാപ്പ എന്ന പേരിൽ എനിക്ക് ഉപകാരപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് ഒരുപാട് പള്ളികളിൽ കയറിയിറങ്ങി ഒരുപാട് വാപ്പാരുടെ സങ്കടങ്ങൾ കേട്ടെന്ന വ്യക്തി എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓരോ ആൺമക്കളും മാതാപിതാക്കളെ വീതം വെക്കാൻ തുടങ്ങി അല്ലേ? 4 ആൺമക്കളുള്ളതിന്റെ പേരിൽ 4 വീട്ടിലും കയറിയിറങ്ങേണ്ട ഗതികേട്. ഫുട്ബോൾ കോർട്ടിലെ പന്തിനെ പോലെ മാതാപിതാക്കളെ തട്ടിക്കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വീതം വെച്ചുകൊണ്ടിരിക്കുന്നു. പറമ്പ് വീതം വെക്കുന്നതോടുകൂടി വാപ്പയില്ലെങ്കിൽ ഉമ്മയെയും വീതം വെക്കാൻ തുടങ്ങി. പറമ്പ് വീതിക്കുന്നതോടുകൂടി ഉമ്മയില്ലെങ്കിൽ വാപ്പയെ വീതം വെക്കാൻ തുടങ്ങി. അനിയൻ ജ്യേഷ്ഠനോട് പറയും, എന്റെയും ഉമ്മയല്ലേ, ഉമ്മാന്റെ കൈത്ത് കിടന്ന ചുറ്റും ഉമ്മാന്റെ പേരിലുള്ള 5 സെന്റ് സ്ഥലവും ഉമ്മ എനക്കല്ലേ തന്നത്, ഈ നോക്കിക്കോ ഒരു 4 മാസം, അവനും നോക്കട്ടെ ഒരു 3 മാസം, വേണേ 2 മാസം ഞാനും നോക്കാം എന്ന മക്കളുടെ ഊഴത്തിനനുസരിച്ച് 4 കുടുംബത്തിലും കയറിയിറങ്ങി 4 മക്കളുടെ ആട്ടും തുപ്പുമേറ്റ് മക്കളുടെ ഭാര്യമാരുടെ കുത്തുവാക്കുകൾ കേട്ട് ഏതോ ഒരു റൂമിൽ ആരോടും പരാതി പറയാതെ മനസ്സറിഞ്ഞൊന്ന് തന്റെ മക്കളെ ശപിക്കാൻ പോലും സാധിക്കാതെ നെഞ്ചുപൊടിഞ്ഞു മരിക്കുന്ന 100 കണക്കിന് രക്ഷിതാക്കൾ നമ്മളുടെ പലരുടെ കുടുംബത്തിലും അക്കങ്ങളിട്ട് എണ്ണിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഇവിടെയാണ് ലോകത്തിന്റെ തിരുദൂതര് പഠിപ്പിച്ച വാക്കുകൾ സത്യമായി പുലരുന്നതും. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ വന്നെത്തുകയില്ല. അത്റുക്കുൽ ഉമ്മ വഉഹിബ്ബു സൗജ, ഉമ്മയെ അവഗണിക്കുകയും ഭാര്യമാരെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൺമുൻപിലെത്തിയിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. ഭാര്യമാരോട് സംസാരിക്കാനും മണിക്കൂറുകളോളം തൊള്ളാനും സമയം കണ്ടെത്തുമ്പോ ഉമ്മമാരോട് വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ കുറിച്ചൊന്ന് ചോദിച്ചു നോക്കിയാൽ അവനെ കുറിച്ചറിയണേ, ഓന്റെ ഓളോട് തന്നെ ചോദിക്കണം. ഇന്നെപ്പോഴെങ്കിലൊക്കെ വിളിക്കാറുള്ളൂ, വിളിച്ചാൽ തന്നെ 1-2 കൂട്ടം പറഞ്ഞു വെക്കുകയും ചെയ്യും. അവളെ കാണാൻ രാവും പകലും വ്യത്യാസമില്ലാതെ അവളോടെങ്ങനെ സംസാരിക്കുന്നത് കാണാ. അവനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ അവളോട് ചോദിച്ചോളൂ എന്ന് പറയേണ്ട ഗതികേടിലേക്ക് എത്തിയില്ലേ? ഉമ്മമാരോട് അരമണിക്കൂർ വർത്താനം പറയാൻ, ഉമ്മയാണ് ഫോൺ എടുത്തതെങ്കിൽ ഉമ്മാന്റെ രോഗവിവരം അന്വേഷിക്കാൻ, ഉമ്മ വാങ്ങിയ പെരുന്നാളിന്റെ കോടി ചോദിക്കാൻ, ഉമ്മ പോയ കല്യാണത്തിന്റെ സംസാരങ്ങൾ കേൾക്കാൻ, വാപ്പ പോയ ഡോക്ടർമാരുടെ വിശേഷങ്ങൾ അറിയാൻ, അല്ലെങ്കിൽ കുടുംബത്തിലും അല്ലാത്ത സ്ഥലത്തും ഉമ്മ നടത്തുന്ന ഓരോ സന്ദർശനങ്ങളെ കുറിച്ചറിയാൻ, ഉമ്മാക്ക് എന്ത് വേണമെന്ന് ചോദിക്കാൻ സമയമില്ലാതെ അവഗണിക്കപ്പെടുന്ന ഒരു ദുരന്തം പല കുടുംബത്തിലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കും. പലരും അറിഞ്ഞോ അറിയാതെയോ അതിൽ ഭാഗവാക്കാക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മാതാവിനെ അവഗണിച്ച് ഭാര്യയെ സ്നേഹിച്ച് ജീവിതത്തിൽ ഏറ്റവും വലുത് ഭാര്യയാണെന്ന തീരുമാനത്തോടെ മനുഷ്യൻ പരക്കം പായുന്ന ഒരു കാലഘട്ടം കൺമുൻപിൽ കണ്ടാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്ന തിരുദൂതന്റെ വാക്കുകൾ സത്യമായി പുലർന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു വസ്തുത, നമുക്കവസാനം ബാക്കിയാകുന്നത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. അവരുടെ സ്നേഹത്തിന് തുല്യനായി ലോകത്തൊരു മനുഷ്യനും സ്നേഹിക്കാൻ സാധിക്കില്ല. ആഴ്ചകളിൽ അനുസരിച്ച് അല്ലെങ്കിൽ ഡ്രാഫ്റ്റുകളായും പറമ്പുകളായും പണങ്ങളായും അയച്ചു കൊടുക്കുന്ന ഭാര്യയെക്കാളേറെ തേനെ പാലെ എന്ന് വിളിച്ചു വളർത്തുന്ന, വേണ്ടതും ചോദിച്ചുപോ വാങ്ങിക്കൊണ്ടു കൊടുക്കുന്ന മക്കളെക്കാളേറെ ഒരു മകനെ, ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ അവന്റെ ഉമ്മക്കും വാപ്പക്കുമേ സാധിക്കുകയുള്ളൂ. അവരെക്കാളും വലിയ സ്നേഹം ലോകത്തൊരാൾക്കും സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന റസൂലുള്ളാന്റെ വാക്ക് ഓരോരുത്തരും നമ്മൾ മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി എത്രമാത്രം രക്ഷിതാക്കളെ അവഗണിക്കുന്നു, അവര് തന്നെ ബാക്കിയാവുന്നു എന്നതിനെ കുറിച്ചറിയാൻ കോഴിക്കോട് തന്നെ പുതിയങ്ങാടി പ്രദേശത്ത് നടന്ന
ഒരു സംഭവം കൂടി ഞാൻ വിശദീകരിക്കുകയാണ്. അഥവാ ഒരു ഉമ്മാന്റെ ഇളയ മകൻ സന്തോഷത്തോടുകൂടി മാതാവ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു, മക്കളുണ്ടായി, സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ പഴയ തറവാട്ടിൽ നിന്ന് താമസം മാറാൻ മകന് വല്ലാത്ത പൂതി, തലയണ മന്ത്രത്തിന്റെ ശക്തി. അങ്ങനെ പ്രേരിപ്പിച്ചത് കാരണത്താൽ ആദ്യം മാതാവിനോട് പറഞ്ഞു പോലും, ഉമ്മ നമുക്കിതൊന്ന് മാറാം, ഇത് പഴയ വീടാണ്, ആളുകൾക്ക് കയറി വരാൻ ഒരു സുഖമുള്ള വീട്ടിലേക്ക് മാറാം. ഓർമ്മകളുമായി ജീവിക്കുന്ന മാതാവ്, ഭർത്താവ് മരണപ്പെട്ട മാതാവ് സങ്കടത്തോടുകൂടി മകനോട് പറഞ്ഞു പോലും, ജബ്ബാറെ, എന്റെ വാപ്പന്റെയും നീയല്ലാതെ എനിക്ക് പറഞ്ഞ ഒരുപാട് മക്കളുടെയും ഓർമ്മകളുള്ള വീടാണിത്. ഞാൻ മരിച്ചിട്ട് എന്താണ് ഈ ചെയ്തോ, എനക്കുള്ളത് തന്നെയല്ലേ ഈ സ്ഥലം. പക്ഷേ 2 മാസം കൂടി ആ വീട് അവനും അടുത്തുള്ള ഫ്ളാറ്റിലേക്ക് അവൻ താമസം മാറി, വീടെടുത്ത് താമസം മാറി. വീട്ടിൽ ഉമ്മയും വകയിലുള്ള ഏത് പ്രായമായ പെണ്ണും എന്ന ചുറ്റുപാട് മാത്രമായി എത്തി. 18 വർഷത്തോളം അയാൾ വിദേശത്ത് ജോലി ചെയ്തു. അവസാനം എല്ലാം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങി. നാട്ടിൽ കാത്തിരിക്കുന്നത് ഭാര്യ സുലൈഖയും 3 പെൺമക്കളും. ആ സന്തോഷത്തോടെ വിമാനം കയറി കരിപ്പൂരിലിറങ്ങി ഭാര്യയും മക്കളും കൂടെ കൂട്ടി നാട്ടിലേക്ക് പുറപ്പെടുമ്പോ അദ്ദേഹം ഭാര്യയോട് സൂചിപ്പിച്ചു പോലും, എന്താണെന്നറിയല സുലൈഖ, ഇടക്കിടക്ക് ശ്വാസം അയക്കുമ്പോ വാരിന്റെ സൈഡിൽ നിന്നൊരു വേദന വരാറുണ്ട്, വാരിയലിനിടയിലൂടെ ഒരു കുത്തിപ്പറി വരാറുണ്ട് സുലൈഖ, കാണിച്ചിട്ട് പോകാം. ഗൾഫുകാർക്ക് ബാക്കിയാകുന്നത് ഊരവേദന, കാൽമുട്ട് വേദന, അല്ലെങ്കിൽ ഷുഗർ, കൊളസ്ട്രോള് എന്നതുപോലെ ബാക്കിയായ ഒരു രോഗത്തിന്റെ ഉടമ. നിരാശപ്പെടുത്താനല്ല, അദ്ദേഹത്തിനും സംഭവിച്ചത് അത് തന്നെ. അദ്ദേഹം പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു പോലും 2 കിഡ്നിയും വീക്കായിട്ടുണ്ട്, ഉടനെ ഇവിടെ കിടത്തി ചികിത്സ നടത്തണം, അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. രാത്രി വരെ ഭാര്യയും മക്കളും അവിടെ ഇരുന്നു. രാത്രി വീട്ടിലേക്ക് മടങ്ങി നിൽക്കാനുള്ള സാധനങ്ങളും എടുത്തു വരാമെന്ന് പറഞ്ഞു. രാത്രിയായി, ആരും തിരിച്ചു വരുന്നില്ല. സങ്കടത്തോടെ അടുത്ത് കിടക്കുന്നവന്റെ ഫോണ് വാങ്ങി ജബ്ബാർ വീട്ടിലേക്ക് വിളിച്ചു. ഒരു തവണ അടിഞ്ഞു തീർന്നു, 2ാമത്തെ തവണ അടിഞ്ഞു പകുതിയായി. ഇതൊരു കെട്ടുകഥയല്ല, ആ ജീവിതവുമായി തൊട്ടറിഞ്ഞ പച്ചയായ ഒരു മനുഷ്യന്റെ വിശദീകരണമാ. 2ാമത്തെ തവണ പകുതി അടഞ്ഞപ്പോ സുലൈഖ ഫോൺ എടുത്തു, ചോദിച്ചു, ജബ്ബാർ, എന്തേ സുലൈഖ, ആരെയും കാണുന്നില്ലല്ലോ അങ്ങോട്ട്, എന്താ നേരത്ര വൈകുന്നത്? വളരെ ശബ്ദം താഴ്ത്തിയിട്ട് സുലൈഖ പറഞ്ഞു പോലും, ഇവിടെ ഒരു ചർച്ച നടക്കുകയാ. എന്ത് ചർച്ച? വാപ്പാൻ എങ്ങോട്ട് കൊണ്ടുപോരുമെന്ന ചർച്ച. ഇവിടെ 3 റൂമുകളെ ഉള്ളൂ, മരുമക്കത്തായി സമ്പ്രദായമാ. അഥവാ പെണ്ണ് കെട്ടിയാൽ കെട്ടിയ പെണ്ണിന്റെ വീട്ടിൽ താമസിക്കുന്ന ഏരിയ. അതുകൊണ്ട് തന്നെ 3 പുതിയാപ്ലാരും ഇവിടെയാ താമസിക്കുന്നത്. അവര് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല, അവർക്കത് താല്പര്യമില്ല പോലും. പെണ്ണ് കെട്ടിയാൽ പെണ്ണിന്റെ വീട്ടിൽ നിൽക്കണം എന്നാണ് അവരെ കുടുംബവും ചുറ്റുപാടും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ, ഭർത്താവിന്റെ കൂടെ പോകാൻ നമ്മളെ പെൺമക്കും താല്പര്യമല്ല. അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ എവിടെയാണ് ഞമ്മക്കൊന്ന് കിടക്കാനുള്ള സൗകര്യം എന്ന ബേജാറിലാണ് ഞങ്ങള് എന്ന് കേൾക്കുകയും അവസാനം അന്ന് മകൻ ഉപേക്ഷിച്ച 82 വയസ്സുള്ള കുഞ്ഞാമിന എന്ന സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് ഇളയ മകൾ ചെന്ന്, ഉമ്മ, മകൻ അഥവാ വാപ്പ വന്നിട്ടുണ്ട്, വാപ്പാക്ക് ചെറിയൊരു സൂക്കേടി എന്ന് പറയുമ്പോഴേക്കും മാറത്തലച്ചിട്ട് കുഞ്ഞാമിനെ പറഞ്ഞു പോലും, നിന്റെ ജബ്ബാറിനെ നിന്റെ അടുത്ത് കിടത്തിക്കോ, എനിക്ക് ശ്വാസം പോകുന്നത് വരെ ഞാൻ നോക്കിക്കോളും അവനെ. 4 മാസം ഉമ്മാന്റെ സ്നേഹം അറിഞ്ഞിട്ടാ ആ മകന് മരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അവസാനം ബാക്കിയാകുന്നത് മാതാപിതാക്കളുടെ സ്നേഹം മാത്രമായിരിക്കും. ദുനിയാവിന്റെ അടങ്കാരവും ഭാര്യമാരുടെ വാക്കുകളും കേൾക്കുമ്പോ പലതും നമ്മളോട് സംഭവിച്ചു പോകുന്നതാ. അതുകൊണ്ട് ആ സംഭവിക്കുന്ന ഘട്ടങ്ങളിൽ സൂക്ഷ്മതയോടെ, പവിത്രതയോടെ ആ വിഷയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വേണ്ടിയ രൂപത്തിൽ അതിന് ചർച്ച ചെയ്യാനും സാധിക്കണം, ഇണക്കാനും നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ടല്ലേ തിരുദൂതര് പഠിപ്പിച്ചതും. ഞാൻ ഈ വാക്ക് പറയുമ്പോ എന്റെ ബഹുമാന്യരായ സുഹൃത്തുക്കൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. കാരണം വിദേശത്തേക്ക് ജോലി അന്വേഷിച്ച് മോഹങ്ങളുടെ കൊട്ടാരവുമായി വന്ന നിങ്ങൾക്ക് അള്ളാഹുവിന്റെ തിരുദൂതന്റെ ഒരു വാക്ക്, മാതാപിതാക്കളെ നോക്കാൻ ആളില്ല എങ്കിൽ സ്വന്തം നാട് വിടാൻ ഒരു മനുഷ്യനും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. ഹിജ്റ എന്നതിനു വേണ്ടി തിരുദൂതന്റെ സദസ്സിലേക്ക് വന്ന്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഞാനും ഹിജ്റ പോരട്ടെയോ നിങ്ങളുടെ കൂടെ, നാടുപേക്ഷിക്കട്ടെയോ നിങ്ങളുടെ കൂടെ? തിരുദൂതർ തിരിച്ചു ചോദിച്ചു, നിനക്ക് നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അള്ളാഹുവിന്റെ തിരുദൂതനോടുള്ള മറുപടി, ഉണ്ട് തിരുദൂതരെ, അവര് കരയുമ്പോയാ ഞാൻ അവരെ വിട്ടു പോരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു, ഫർജ്,
നീ പങ്കെടുക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ എക്കാലഘട്ടത്തിലെയും ഓർമ്മകൾക്ക് വേണ്ടി നടത്തപ്പെട്ട അഥവാ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഹിജ്റയിൽ നീ പങ്കെടുക്കാൻ പാടില്ല, നിന്റെ ഉമ്മയും വാപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അതുകൊണ്ട് ബഹുമാന്യ എന്റെ സഹോദരന്മാരോട് വിദേശത്ത് ജോലി ചെയ്യണ്ട എന്നോ ഇവിടെ കൂടണ്ട എന്നോ അല്ല, മറിച്ച് നാട്ടിലുള്ള ഉമ്മയെയും വാപ്പയെയും ഞാനില്ലാത്തതിന്റെ പോരായ്മ അറിയിക്കാത്ത മതബോധമുള്ള ഒരു പെണ്ണല്ല എങ്കിൽ പലരും ഉമ്മാരെ മനസ്സിലും സങ്കടങ്ങൾ ഉണ്ടാകും. മകൻ വിദേശത്തേക്ക് പോകുമ്പോ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് കരയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണത്തിന്റെ പിന്നിൽ ഒരു പക്ഷേ മക്കളുള്ള സ്നേഹത്തോടെ മക്കളെ തിരിച്ചറിയാനും അവരുടെ സ്നേഹവും നഷ്ടപ്പെട്ടു പോകുന്നോ എന്ന ബേജാറായിരിക്കും. അതൊക്കെ കൺമുൻപിൽ കണ്ടിട്ട അള്ളാഹുവിന്റെ തിരുദൂതർ പഠിപ്പിച്ചതും ഫദ്ഫർ ബിദാത്തിദ്ദീൻ, മതബോധമുള്ള പെണ്ണിന് നിങ്ങൾ മുൻഗണന കൊടുക്കണം. ഞാനില്ലെങ്കിലും ഇല്ലാത്ത പോരായ്മ അറിയിക്കാത്ത ഒരു പെണ്ണെന്റെ നാട്ടിലുണ്ട് എന്ന ചിന്തയായിരിക്കണം. മകൻ വിദേശത്തെത്തുമ്പോഴേക്കും നാട്ടിൽ ജോലി മതിയാക്കുന്ന വാപ്പാരുണ്ട്. സ്വാഭാവികമാണത്. മക്കൾ വിദേശത്തെത്തുമ്പോ വാപ്പാക്കൊരാശ്വാസം തോന്നുന്നു. ഇവിടെ പൊന്നു വളയുന്നും അവൻ പൊന്നുവാരുമെന്നും വിശ്വസിച്ചിട്ടല്ല. ഏതായാലും ഒരൽപ്പം വിശ്രമിക്കാം, മതിയാക്കാം. മതിയാക്കിയിരിക്കുന്ന വാപ്പാക്ക് പിന്നീട് ഒരു കാലിച്ചായ കുടിക്കണമെങ്കിൽ മകന്റെ ഭാര്യന്റെ മുൻപിൽ കൈനീട്ടേണ്ട ഗതികേട് പല കുടുംബത്തിലും നമ്മൾ നേരിട്ട് കാണാറുണ്ട്. ഉള്ള കാലത്തെല്ലാം മറ്റുള്ളവർക്ക് ചായ വാങ്ങിക്കൊടുത്ത് ചായമക്കാനികളിൽ സന്തോഷം പങ്കിട്ടിരുന്ന വാപ്പാർ മകൻ വിദേശത്തായി എന്നതിന്റെ പേരിൽ ആ വീട്ടിന്റെ ഉമ്മറത്ത് മാത്രം തളച്ചിടപ്പെടുന്ന ഗതികേടുണ്ടെങ്കിൽ ആ പവിത്ര ബന്ധത്തിൽ നമ്മൾ എവിടെയോ കളങ്കം ചാർത്തിയിട്ടുണ്ട്. ആ ബന്ധങ്ങളുടെ പവിത്രത നമുക്ക് അതിൻ്റെതായ മാധുര്യം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പമുള്ള ബന്ധം, മക്കളോടുള്ള ബന്ധം, മക്കളെ എങ്ങനെ വളർത്തണം, അവരോട് ഏത് രൂപത്തിൽ പെരുമാറണം എന്നുള്ള ബന്ധം പലപ്പോഴും പലരും സങ്കടപ്പെട്ട് പറയാറുണ്ട്, എനിക്കെന്റെ മക്കളെ വേണ്ടത്ര നല്ല രൂപത്തിൽ നോക്കാനോ പരിപാലിക്കാനോ സാധിച്ചിട്ടില്ല. എന്നിട്ട് അവര് തന്നെ ആശ്വാസം കൊള്ളും, ഞാൻ വളർന്നതിനേക്കാളും നല്ല രൂപത്തിലാ എന്റെ മക്കൾ വളർന്നിട്ടുള്ളത്, അവനൊരു പോരായ്മയും ഞാൻ അറിയിച്ചിട്ടില്ല. ആധുനിക കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് മതപ്രബോധനങ്ങൾ സജീവമാകുമ്പോ മറുഭാഗത്ത് അതിനേക്കാൾ എളുപ്പത്തിൽ വൃത്തിഹീനമായ പ്രവർത്തനങ്ങളും തോന്നിവാസങ്ങളും സജീവമായി കൊണ്ടിരിക്കുന്നു. പിതാവ് കണ്ടുവെച്ചതിന്റെ ബാക്കി ബ്ലൂ ഫിലിം കണ്ട് അത് പ്രയോഗിക്കാൻ വേണ്ടി 4.5 വയസ്സുകാരിയെ പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾക്ക് വിധേയമാക്കി പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് കൊന്ന 6 വയസ്സുകാരന്റെ കഥയും, തന്റെ തോന്നിവാസങ്ങൾ പ്രയോഗിക്കാൻ വേണ്ടി 6 വയസ്സുകാരിയെ കൊന്നു മരപ്പത്തിൽ ഒളിപ്പിച്ച 13 വയസ്സുകാരന്റെ കഥയും, കരളിനെപ്പോലെ സ്നേഹിക്കേണ്ട ഭാര്യമാർക്ക് പകരം തൊലിവെളുപ്പുള്ള പെണ്ണിന് പണമെറിഞ്ഞുകൊടുത്ത് വേശ്യാലയങ്ങൾ കയറിയിറങ്ങുന്ന കുടുംബനാഥന്മാരുടെ കഥയും, തന്റെ ഭർത്താവ് ചോര നീരാക്കി അധ്വാനിക്കുന്ന പണം അടിച്ചുപൊളിച്ചും തോന്നിവാസങ്ങൾ വാങ്ങിക്കൂട്ടിയും നാട്ടുകാർക്കിടയിൽ പറയിപ്പിച്ച് നടക്കുന്ന കുടുംബിനികൾ ഉണ്ടാകുമ്പോ 18ഉം 20ഉം വയസ്സുവരെ ഒരല്ലലും അറിയിക്കാതെ വളർത്തിക്കൊണ്ടുവന്ന പെൺമക്കൾ കൂടെ പഠിക്കുന്ന മുസ്ലിമിന്റെ കൂടെ നൈമിഷികമായ സുഖത്തിനു വേണ്ടി ഒളിച്ചോടിക്കൊണ്ടിരിക്കുമ്പോ പലരും സങ്കടത്തോടെ ചോദിക്കാറുണ്ട്, എന്താണ് ഈ മക്കൾക്ക് പറ്റിയത്, എവിടെയാണ് കുഴപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തിന്റെ തിരുദൂതൻ വേദഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചതുപോലെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, എത്ര നൈർമല്യത്തോടുകൂടി സന്തോഷം വരുമ്പോ നുണക്കൊയ്കൾ കാട്ടി ചിരിക്കാനും, സങ്കടം വന്ന് വിശപ്പുണ്ടാകുമ്പോ